أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ജൂലൈ 8-ാം തീയതി ചൊവ്വാഴ്ച 2025 ഹജ്ജുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് യാത്രയായ ഹാജിമാരുടെ അവസാനത്തെ വിമാനം തിരിച്ചു വരികയാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഈ പ്രവർത്തകരൊക്കെ ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി അവർ ഹജ്ജിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ ആരംഭിച്ച യജ്ഞം തൽക്കാലം ഇന്ന് അവസാനിക്കുകയാണ് കോഴിക്കോട് നിന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നെടുമ്പാശ്ശേരിയിൽ 10-ാം തീയതി, അതുപോലെ തന്നെ കണ്ണൂരിൽ 11-ാം തീയതി അവസാനത്തെ വിമാനം ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഹാജിമാരും തിരിച്ചെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റു കർമ്മങ്ങൾ എല്ലാം അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയിലെ ബഹുമാന്യരായ മെമ്പർമാർ, അതുപോലെ നമ്മുടെ ഹജ്ജിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അവർകൾ, ഇതിനൊക്കെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് കണ്ണൂരിലെ ഹജ്ജ് ഹൗസിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് നമ്മുടെ അടുത്ത ഹജ്ജ് ക്യാമ്പ് കണ്ണൂരിൽ നിന്നുള്ളത് ആ ഹജ്ജ് ഹൗസിൽ വെച്ച് തന്നെ ആകണം എന്ന് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല എല്ലാവിധ ഐശ്വര്യവും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. أنت للعينين ضي أنت عند الحوض اللهم اجعله حجا مبرورا وعمرة مقبولة وسعيا مشكورا وتجارة لن تبور. يا حبيبي يا محمد يا نبي سلام عليك. الحمد لله. ഞാൻ ആദ്യം ഗ്രൂപ്പിൽ വരാനായി വിചാരിച്ചു. ഞങ്ങളുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മുന്നിൽ കണ്ട് ഒരു ഗ്രൂപ്പിൽ പോകണമെന്നായിരുന്നു കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ അഭ്യർത്ഥന. പക്ഷെ അവിടെ ചെന്ന് ജിദ്ദയിൽ ഇറങ്ങിയോടം മുതൽ മദീനയിൽ നിന്ന് പോരുന്നവരെ ഓരോ ദിവസവും കഴിയുന്തോറും അൽഹംദുലില്ലാഹ് വലിയ മെച്ചത്തിലായിരുന്നു. സർക്കാർ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ, അതായത് ഉൾപ്പെടെ അടിപൊളിയായിരുന്നു. ഇവിടുന്നുള്ള ട്രെയിനിങ് ക്ലാസ്സുകള് അടിപൊളിയായിരുന്നു. ഹജ്ജ് ക്യാമ്പ്, മാഷാ അല്ലാഹ് എല്ലാ സേവനങ്ങളും വലിയ, അതായത് ഹജ്ജ് ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള സേവനങ്ങൾ അങ്ങോട്ടൊക്കെ, അതായത് ഞാൻ പറയുന്ന ഒറ്റക്ക് പോകുന്ന ഒരാൾക്ക് പോലും ധൈര്യപൂർവ്വം ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിൻ്റെ വളണ്ടിയർമാരുടെ സേവനങ്ങളും വളരെ ഭംഗിയുള്ളതായിരുന്നു. ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഹജ്ജിനുള്ള യാത്ര പ്രൈവറ്റ് ഗ്രൂപ്പിലെ യാത്രയേക്കാൾ പ്രയാസാണ് എന്ന് പൊതുവെ പറയപ്പെടുന്ന ഒരവസ്ഥ ചില സ്ഥലങ്ങൾ കാണും. സർക്കാർ സർവീസിനെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റായ ധാരണ, ആ ധാരണ തന്നെ തെറ്റാണ്. അതായത് തുടക്കം മുതലേ സാങ്കേതിക ക്ലാസ്സുകൾ വളരെ ഉപകാരപ്പെട്ടു. പിന്നെ ആത്മീയ തലത്തിലുള്ളൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്നൊക്കെ അത് സർക്കാർ തന്നെ ക്ലാസ്സിൽ അത് നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിക്കുക എന്നുള്ള ആ മാറ്റർ എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളനുസരിച്ച് നീങ്ങി വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടുത്തെ അറേഞ്ച്മെന്റുകളെല്ലാം. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما
أبدا على حبيبك خير الخلق كلهم يا ربي صل علي يا ربي صل علي يا ربي صل 100% തൃപ്തിയേറെ ഞങ്ങൾ എല്ലാം കൊണ്ടും ഒന്നല്ല ഓരോ കാര്യം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടായിരുന്നു. صل عليك صلوات الله. ട്രെയിനർമാര് SHI എല്ലാവരും നല്ല ഉഷാറായിരുന്നു. കഴിവിന്റെ പരമാവധി അവര് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും. ഹജ്ജ് ക്യാമ്പിലുള്ളത് അവർ ഞങ്ങളെ വരിയോളം ഓർത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാരും ഫസ്റ്റ് ഇവിടുന്ന് ഞങ്ങളെ ഇത് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് ഇതുവരെയുള്ളവരെല്ലാരെയും ഹെൽപ്പ് ഭയങ്കര ഉപകാരമായിരുന്നു. يا حبيب الله فاكتب لنا نلقاه ندعوك. അൽഹംദുലില്ലാ. പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗദി ഗവൺമെന്റ് വളരെ കർശനമായ നിയന്ത്രണം വെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഹാജിമാരുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. മറ്റ് അനധികൃതമായിട്ടുള്ള ഹാജിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അറഫയിലും മിനയിലൊക്കെ വളരെ സൗകര്യമായിരുന്നു. മറ്റ് ആരും പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് മറ്റ് അനധികൃത ഹാജിമാരൊന്നും വരാത്തതുകൊണ്ടും ഹാജിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. கேரளா ஹஜ் கமிட்டி பொறுத்தவரைக்கும் ரொம்ப சௌகரியமாக இருந்தது. சில அல்ஹம்துலில்லா எல்லா வீட்டிலும் வாலண்டியர்ஸு ஹஜ் கமிட்டியிலேருந்து எல்லாருமே நல்லா ஹெல்ப் பண்ணாங்க. നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമ്മളെ സഹായിക്കും. ഇവിടുന്നും അവിടുന്നും പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം എല്ലാ കാര്യത്തിലും അവർ വളരെയധികം സജീവമായിട്ട് നമ്മളെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. مولاي صل وسلم دائما